കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റി കിച്ചടി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ആഡ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. വെള്ളരിക്കയിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഇതിൽ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നവരുണ്ട്. ഞാൻ കൊച്ചുള്ളി ചേർക്കുന്നില്ല, ഇത്രയും കൂട്ടേ അതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ആഡ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. ഏതാണ്ട് ഇത് വെള്ളരിക്കയിൽ ഒത്തിരി വെള്ളം ഉണ്ടില്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം അതിലേക്കുണ്ട്. ഇത് ഈ അടുപ്പിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റി വരും. അതിലേക്ക് അരച്ച കൂട്ട് ആഡ് ചെയ്യാം. കൂട്ട് ആഡ് ചെയ്ത് ജീരകം ഒത്തിരി വേണ്ട, ജീരകം കുറച്ച് മതി. കടുക് കൂടുതൽ വേണം, എങ്കിലേ ആ കടുകിൻ്റെ ആ സ്മെല്ല്, സൂപ്പർ ഒരു സ്മെല്ല് ഇതിലേക്ക് ഉണ്ടാവുള്ളൂ. കൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് ജാറിൽ അല്പം വെള്ളം വിറ്റ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് അടുപ്പിൽ വെച്ച് നന്നായി ഇളക്കുകയാണ്. കാരണം ഇത് കൂട്ട് നന്നായി വെന്ത് വരും, വെള്ളവും നന്നായി വറ്റി വരണം. ഇങ്ങനെ ഇട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇത് നന്നായി ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവ് പോലെ ഫീൽ ചെയ്തു. ഞാൻ കുറച്ചുകൂടെ ഉപ്പും കൂടെ ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുകയാണ്. വഴറ്റി നല്ലതുപോലെ വറ്റിച്ചെടുത്ത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് നല്ലതുപോലെ ഇളക്കുമ്പോഴത്തേക്ക് വെള്ളം നല്ലതുപോലെ വറ്റി വരും. ഇവിടെ ഇങ്ങനെ വെള്ളം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് കടുക് താളിക്കാം, അതവിടെ ഇരിക്കട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കടുക് താളിച്ചത് ഇവിടെ തയ്യാറാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂട്ടുമായിട്ട് ആഡ് ചെയ്യാം. ഈ കൂട്ട് നന്നായി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടില്ലേ, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കാം. തൈര് വീത്തിയതിന് ശേഷം ഇത് ചൂടാക്കാൻ പാടില്ല. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കടുക് താളിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ തയ്യാറാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഞാൻ ഈ കടുക് താളിച്ച് വീത്തിയതെന്നുള്ളത് ശ്രദ്ധിച്ചത്. ദയവായി ഈ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക. കടുക് താളിച്ച് വീത്തി ഇവിടെ വെള്ളരിക്ക കിച്ചടി തയ്യാറാണ്. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.